ഹായ് ഗായ്സ്, 7 മണിക്കൂർ ഉച്ചത്തെ താലി മീൽസ് കഴിക്കണം, രാത്രിയിലത്തെ നീർദോശ കഴിക്കണം, വൈകുന്നേരത്തെ സ്നാക്ക് കഴിക്കണം, രാത്രിയിലത്തെ വേൾഡിലെ 7th ബെസ്റ്റ് ഐസ്ക്രീം കഴിക്കണം. സോ വെൽക്കം ടു മാംഗ്ലൂർ. ആദ്യമായിട്ടാണ് എൻ്റെ പേര് ഒരു ഐസ്ക്രീം പാർലറിൽ കാണുന്നത്. ചോക്ലേറ്റ് ഡാഡ്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. ഏകദേശം ഒരു 6:30 ആയപ്പോൾ നമ്മൾ ഇറങ്ങി. ഇപ്പോൾ നമ്മൾ ഹൊനാവർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. ഇപ്പോൾ മാംഗ്ലൂർ ക്യൂസിൻ കുറേ കാലം എക്സ്പ്ലോർ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് 1 നൈറ്റ് ഇൻ മാംഗ്ലൂർ. സോ ഞാൻ കാറ് ചാർജ് ചെയ്യാൻ നിർത്തിയപ്പോഴാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത്. ഇവിടുന്ന് ജോഗ് ഫോൾസ് എന്ന് പറഞ്ഞ സ്ഥലവും അടുത്താണ്. നല്ല വെള്ളമുണ്ട് ഇപ്പോൾ, പക്ഷെ പോകാൻ ടൈമില്ല. ബിക്കോസ് മാംഗ്ലൂർ എത്തി ഷെട്ടീസ് ലഞ്ച് ഹോമിൽ ലഞ്ച് കഴിക്കണം എന്നാണ് ആഗ്രഹം. സോ ഒന്നില്ലെങ്കിൽ വാട്ടർഫാൾ അല്ലെങ്കിൽ ലഞ്ച്. ഞങ്ങൾ ഏതായിരിക്കും ചൂസ് ചെയ്യുന്നത്? ഓബ്വിയസ്ലി ലഞ്ച് തന്നെയല്ലേ. ഷെട്ടീസ് അവിടെ പോയിട്ട് പ്രോൺസ് ഗീ റോസ്റ്റും അവിടെ ഫിഷ് താലിയും പറ്റുമെങ്കിൽ ഒരു ചിക്കൻ ഗീ റോസ്റ്റും എല്ലാം കൂടെ കഴിക്കണം. പിന്നെ വേൾഡിലാണോ ഇന്ത്യയിലാണല്ലോ ടോപ്പ് 10 ടോപ്പ് 20 വരുന്ന ഇന്ത്യയിലാണെന്ന് തോന്നുന്നു, അത് വേൾഡിലോ. ഐസ്ക്രീമൊക്കെ അവിടെയുണ്ട്. സോ ഒരു അടിപൊളി ഫുഡ് വ്ളോഗ് ആയിരിക്കും ഇന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഒരാൾ അകത്തിരുന്ന് മസാല ദോശ കഴിക്കുന്നുണ്ട്. പൊട്ട ഹോട്ടലാണ്, ഭയങ്കര ഒരു അൺഹൈജീനിക് ഫീലിംഗ് ആണ്. പക്ഷെ ചാർജർ ഇവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ ജെഫറിന് വിശന്ന് കഴിഞ്ഞാൽ വേറെ ഓപ്ഷനും ഇല്ല. എന്തേ ഹോട്ടൽ കണ്ടപ്പോ എല്ലാം അപ്പുറത്തെ ആൾക്കാർ വട തിരിച്ചു വിട്ടു. അത് മറ്റേ തണുത്തിരിക്കുവായിരുന്നു. ഓർഡർ ചെയ്തോ? ഇല്ല, ഞാൻ വട ഓർഡർ ചെയ്തില്ല. മസാല ദോശ പിന്നെ ഫ്രഷ്ലി മെയ്ഡ് ആണല്ലോ. ഞാൻ പറഞ്ഞേ, നമുക്ക് ഇവിടുന്ന് അടുത്താണ് ഇന്ത്യയിലെ 2nd ബിഗസ്റ്റ് വാട്ടർഫാൾ ജോഗ് ഫോൾസ്. ആണോ? ഒന്നില്ലെങ്കിൽ അത് കാണാം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഷെട്ടീസ് ലഞ്ച് ഹോമിൽ പോയി കിടലം ഭക്ഷണം കഴിക്കാം. വാട്ടർഫാൾ വേണോ ഫുഡ് വേണോ? അതാണ്, ഫുഡ് വേണോ വാട്ടർഫാൾ വേണോ? തീരുമാനം എടുക്കേണ്ട ടൈം എടുക്കും. ഓഫ് കോഴ്സ് ഫുഡ്. വാട്ടർഫാൾ അവിടെ തന്നെ കാണും. ഫുഡിന്റെ കാര്യത്തില് നമ്മള് പൊളിയാട്ടോ. 2 മണിന്ന് പറഞ്ഞ 1:30 ആയതേ ഉള്ളൂ. കറക്റ്റ് ആയിട്ട് നമ്മളെത്തി ഷെട്ടീസ് ലഞ്ച് ഹോം. മാംഗ്ലൂർ വന്ന് മാംഗ്ലൂരിന്റെ ഫുഡ്. ഏത് റെസ്റ്റോറന്റ് ആണല്ലോ തിരക്ക് കാണോ? ഇല്ലെങ്കിൽ തിരക്കാത്ത റെസ്റ്റോറന്റ് ഞാൻ കഴിക്കില്ല. ഇവിടെ ലോകത്ത് എവിടെ പോയാലും അങ്ങനെയാ, തിരക്കില്ലല്ലോ. അതെ. അപ്പോൾ ഷെട്ടീസ് ലഞ്ച് ഹോം വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ പ്ലേസ് ഇൻ മാംഗ്ലൂർ ആണ്. വെരി എക്സൈറ്റഡ് കേട്ടോ. എനിക്ക് എസ്പെഷ്യലി അവരുടെ ഗീ റോസ്റ്റ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. കണ്ടിട്ട് അത് കൊള്ളാം. ഇത് ഒരു ബാക്കിലേക്ക് ഉണ്ട് കേട്ടോ, AC സെക്ഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. സോ കംഫർട്ടബിൾ ആയിട്ട് കഴിക്കണം. ഭയങ്കര ചൂടാണ്. മാംഗ്ലൂരും ഗോവയും ഒക്കെ കണക്കാണ്. പഴയ ബിൽഡിംഗ് ആട്ടാ. ഇവിടെ വന്നവരോ അല്ലെങ്കിൽ ഇത് റെക്കമെൻഡ് ചെയ്യുന്നവരോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, വന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ. മേളി വന്ന് AC-ന്ന് non-AC വന്നു. കാരണം എന്താ അറിയോ, ഇവിടെയാണ് നല്ല ലൈറ്റ്. നിങ്ങൾക്ക് വേണ്ടി നല്ല വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ചൂടത്തിരുന്ന് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത്. കാരണം നല്ല ഫുഡൊക്കെ നിങ്ങൾ കൊതിപ്പിച്ച് കഴിക്കാമല്ലോ. സോ ഇവിടുത്തെ 2 സീറ്റ്. പക്ഷെ തിരക്ക് ഞാൻ വിചാരിച്ച പോലെയൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ കാർച്ചാനിയിലും കാട്ടി തിരക്കുണ്ടല്ലോ. ഇവിടെയാണെങ്കിലും അത് ഫേമസ് ആണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നാലും രാത്രി വേറെ സ്ഥലത്ത് പോവാം. ഞങ്ങൾ 2 സീ ഫുഡ് താലിയും ചിക്കൻ ഗീ റോസ്റ്റും അതാണ് ഇവർ റെക്കമെൻഡ് ചെയ്തത്. സോ ഇത് ഓർഡർ ചെയ്ത് നമ്മുടെ മാംഗ്ലൂരിലെ ഫുഡ് യാത്ര തുടങ്ങാം. സോ ദ മോസ്റ്റ് ഫേമഡ് മാംഗ്ലൂർ താലി, സ്ക്വിഡ് ഗീ റോസ്റ്റ് ഉണ്ട്, കലുമ ആൻഡ് ഒരു നീർദോശ, കുറച്ച് ചമ്മന്തി, ഇതെന്താണെന്ന് എനിക്കറിയില്ല, ആൻഡ് ഒരു തോരൻ പോലത്തെ സംഭവം. സോ ഇതാണ് നമ്മുടെ മീൽ വരുന്നത്. ആൻഡ് ദെൻ ഒരു ചിക്കൻ ഗീ റോസ്റ്റും ഉണ്ട്. സോ നോക്കട്ടെ, നമുക്ക് ആദ്യമേ നീർദോശയിൽ നിന്ന് തന്നെ തുടങ്ങാം. നീർദോശ. ഓക്കെ, സോ ദേ നീർദോശയിൽ നമുക്ക് ചിക്കൻ വെച്ച് തന്നെ തുടങ്ങാം. ചിക്കൻ ഗീ റോസ്റ്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈസൂർ പാക്ക് വിത്ത് ചില്ലി, അതിൻ്റെ മണം എനിക്ക് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, സോ നോക്കട്ടെ, നമുക്ക് ആദ്യമേ ചിക്കൻ ഇല്ലാതെ അതിൻ്റെ ഗ്രേവി വെച്ച് മാത്രം നമുക്ക് തുടങ്ങാം. ഭയങ്കര എരിവാട്ടാ, സ്പൈസി, ഭയങ്കര ഫ്ലേവർ. പക്ഷെ നെയ്യും മുളക് പൊടിയും അത് തന്നെയാണ് ആ ടേസ്റ്റ് തന്നെ കിട്ടുന്നത്. ഞാൻ ചിക്കനും കൂടെ വെച്ച് നോക്കട്ടെ. രാത്രി ഞങ്ങൾ എന്തായാലും നീർദോശയുടെ പരിപാടിയാണ് പിടിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ചിക്കനും ദോശയും
എല്ലാം കൂടെ എടുത്താൽ റെഡ് കളർ നോക്ക്. ഈ കാണുമ്പോൾ ഒരു ഫയറി ലുക്കില്ലേ, ആ ഫയറി ടേസ്റ്റ് തന്നെയാണ് ഇന്നും. സോ അഡിക്റ്റീവ് ശരിക്കും. നല്ല മുളക് പൊടിയും ഗീയുടെ ടേസ്റ്റ് മാത്രം നമുക്ക് ഇടുന്നുള്ളൂ. അതിൻ്റെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഉള്ള ഒരു ഫ്ലേവർ, അല്ലാതെ വേറെ അതിൻ്റെ നമുക്ക് മറ്റേ വിനേഗറോ വേറെ സ്പൈസസ് ഒന്നിൻ്റെ ഫ്ലേവർ കിട്ടുന്നില്ല. അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടമായി. ഈ നീർദോശ വിത്ത് ഇവരുടെ ഒരു ഫിഷ് ഫ്രൈ, ഇതൊന്ന് നെയ്മീൻ പോലത്തെ ഏതോ ഫിഷാണ്. നല്ല ഫിഷ് അവർ വെച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ. ഓ പക്ഷേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫിഷ് ഭയങ്കര ഡീപ്പ് ഫ്രൈ അല്ല, ഇത് എനിക്കൊന്ന് തവ ഫ്രൈ ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഗീ മസാലയൊന്നുമല്ല, ഇതും ഒരു സ്പൈസി മസാല, പക്ഷെ നല്ല ഫ്രഷ് ഫിഷാണ്. ഇവിടെ കൂന്തൽ ഗീ റോസ്റ്റ് ആണ്. കൂന്തൽ ഗീ റോസ്റ്റ് ആണ്. ബെസ്റ്റ് ഡിഷ് ഇതുവരെ കഴിച്ചതിൽ ബെസ്റ്റ് ഡിഷാണ് കൂന്തൽ. അതിൻ്റെ മസാല, കാരണം കൂന്തലിൽ കുറച്ചും കൂടെ നന്നായി പിടിക്കുമല്ലോ മസാല. നീ ഇത് നോക്കട്ടെ. ഇത് തേങ്ങ ഇട്ടാണ് ഇവിടെ മിക്കയിടത്തും വെക്കുന്നത് കേട്ടോ. കല്ലുമ്മക്കായ ഫ്രൈ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. തേങ്ങ വന്നു കഴിയുമ്പോൾ ശരിക്കും എൻ്റെ വീട്ടിൽ അമ്മ ചിക്കൻ തോരൻ ഉണ്ടാക്കും. ഏകദേശം ആ മസാലയിലാണ് ഇവിടുത്തെ ഈ കല്ലുമ്മക്കായൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ മാംഗ്ലൂരി ക്യൂസീൻ. കാരണം നമ്മുടെ കേരള ക്യൂസീനായിട്ട് അടുത്ത് ഗോവ ക്യൂസീനെ കാട്ടി എനിക്കിഷ്ടം മാംഗ്ലൂരിയൻ ക്യൂസീനാണ്. നമുക്ക് ഇതിൽ ചോറിൽ കുറച്ച് മീൻകറി ഒഴിച്ചു നോക്കട്ടെ. മീൻകറി ഞാൻ തോന്നുന്നു അല്ല ചെമ്മീൻ. അമ്പോ ചെമ്മീനും ഉണ്ട് ഇതിൻ്റെ കൂടെ. ഇത് പൊളിയാട്ടോ, 399 റുപ്പീസിന്. ഓക്കെ, ചോറും ചെമ്മീൻ കറിയും മാത്രം. ഓക്കെ. ഓ എനിക്ക് അത്ര ഇഷ്ടമായില്ല. എനിക്ക് അത്രയില്ല. എനിക്കെന്താ പറയുക, എനിക്കൊന്നില്ലെങ്കിൽ ഇതിൽ കുറച്ച് തേങ്ങാപ്പാലോ അങ്ങനെ എന്തെങ്കിലും വേണം. അതില്ല. കണ്ടു കഴിഞ്ഞാൽ തേങ്ങാപ്പാലുള്ളതെന്ന് തോന്നും, പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമായില്ല. ബാക്കിയൊക്കെ ഭയങ്കര സെറ്റപ്പായി. ചെമ്മീൻ കറി എനിക്ക് അത്ര ഇഷ്ടമായില്ല. പിന്നെ ഇവിടെ ഒരു വെജിറ്റബിൾ, അല്ലെങ്കിലും വെജിറ്റബിൾ നമുക്ക് ഇഷ്ടമല്ലല്ലോ. ഇതിൻ്റെ കൂടെ നമുക്ക് ഈ കൂന്തലും കൂടെ എടുത്ത് വെച്ചാൽ എനിക്ക് കൂന്തലും ചിക്കനും സൂപ്പറായിട്ടുണ്ട്. ഗീ റോസ്റ്റ് ഒരു സംഭവം തന്നെ കേട്ടോ. മസാല സോ സ്പൈസി. അതാണ് നമ്മൾ ഗീ റോസ്റ്റ് ഒക്കെ വിചാരിക്കുമ്പോൾ അത്രയും ഒരു മൈൽഡ് ഫ്ലേവർ അല്ല എക്സ്പെക്ട് ചെയ്യുന്നത്. അല്ല, ആന്ധ്ര കുസിൻ്റെ അത്രയും സ്പൈസി എന്ന് തോന്നുന്നു. അത്ര തികഞ്ഞില്ലേ? എനിക്ക് ഇതൊരു വാവ് താലിയായിട്ടും തോന്നിയില്ല കേട്ടോ. ഇറ്റ് ഇസ് വെരി ടേസ്റ്റി, പക്ഷെ ഒരു വാവ് ഇല്ല. ബട്ട് ഐ തിങ്ക് സോ ഇത് ഒരു ഒത്തൻറ്റിക് മാംഗ്ലൂർ ഒരു ഫെയർ ആണ്. സോ ഐ തിങ്ക് ഇഫ് യു ലവ് ടു ട്രൈ സം ഒത്തൻറ്റിക് മാംഗ്ലൂരിയൻ ഫുഡ്, ഇന്ന് അത്യാവശ്യം ഒരു നീറ്റ് ആംബിയൻസ് ആൻഡ് ക്വൈറ്റ് അഫോർഡബിൾ. ഒരു 399 ഇത്രയും ഫുഡും ഈ ഫിഷ് ഫ്രൈ ഒക്കെ കിട്ടുന്നത് നല്ലതല്ല. ചിക്കൻ ഇല്ല, ചിക്കൻ എക്സ്ട്രാ ആണ്. ഫുഡെല്ലാം ഭയങ്കര ക്വാളിറ്റിയാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഐ തിങ്ക് സോ ഇറ്റ്സ് 100% റെക്കമെൻഡഡ്. അപ്പോൾ ഇതിലൂടെ ഇനി പായസം കൂടെ ഉണ്ട്. അപ്പോൾ കഴിച്ചിട്ട് പായസം കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. പായസം ലുഡായ്പ പായസമല്ല കേട്ടോ, നല്ല രസമുണ്ട്. ഷൗവരിയാന്ന് തോന്നുന്നു, പക്ഷേ കാഷ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് കൂടെ തരുന്നതാണെങ്കിലും നല്ല അത്യാവശ്യം റിച്ച് പായസമാണ്. ഇനി ഒന്ന് പോയി കിടക്കണം. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റാൽ കണ്ടിന്യൂസ് ഡ്രൈവ് ഇവിടെ നിന്ന് ഈ ലഞ്ച് കഴിക്കണമായിരുന്നു. ഇപ്പോൾ സാറ്റിസ്ഫൈഡ് ആയി. ഇനി ഒന്ന് പോയി ഉറങ്ങിയിട്ട് പിന്നെ ഇറങ്ങും മാംഗ്ലൂർ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ഗൈസ്, സോ വൺസ് അഗൈൻ വെൽക്കം ടു മാംഗ്ലൂർ. ഞങ്ങൾ താമസിക്കുന്നത് ജിഞ്ചർ ഹോട്ടലിലാണ്. മെയിൻ തിങ് ഇവിടെ തന്നെ കാർ ചാർജിങ് ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു റൂമായിട്ട് തോന്നി, അത്യാവശ്യം നല്ല ലൊക്കേഷനായി തോന്നി. ആരെങ്കിലും ഒക്കെ നേരത്തെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ സജഷൻസ് ഒക്കെ എടുക്കായിരുന്നു, പക്ഷേ പെട്ടെന്ന് വന്ന പ്ലാൻ ആയതുകൊണ്ടാണ്. എന്തായാലും റൂം കാണിച്ചു തരാം. നല്ല ഏരിയയിലാണ്. എനിക്കൊന്ന് സിറ്റിയിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ മാറിയാണ്, പക്ഷേ വെരി ആക്സസിബിൾ, മെയിൻ റോഡിൽ തന്നെയാണ്. ഹോട്ടൽ അത്യാവശ്യം ഒരു സെറ്റപ്പാണ്. നല്ല എനിക്കൊന്ന് കുറച്ച് റെനോവേഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ ഫോട്ടോ ഒക്കെ നോക്കിയപ്പോൾ ഭയങ്കര പഴയതായിരുന്നു. റൂം ഹോപ്പ്ഫുള്ളി റെനോവേറ്റ് ചെയ്ത് കാണും. പണ്ട് വിൻഡോ AC ഒക്കെ ഉള്ള റൂംസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് വേറൊരു സംഭവം കാണുന്നത്. നമ്മുടെ എയർപോർട്ട് ട്രോളി പോലെ ഇല്ലേ, അതിലാണ് ലഗേജ് കൊണ്ടുവരുന്നത്. അങ്ങനെ 3 സ്റ്റാർ ഹോട്ടലായതുകൊണ്ട് അങ്ങനെ വേറെ സർവീസ് ഒന്നും ഇല്ലല്ലോ. ഇതിലാണ് നമുക്ക് ലഗേജ് റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. ഓ, ഇത് അത്യാവശ്യം നല്ലതാണല്ലോ സെറ്റപ്പ്. എനിക്കൊന്ന് റെനോവേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ജിഞ്ചറിൽ. ആ, ഇതൊരു റെസ്റ്റോറൻറ്റ് ഏരിയ, നല്ലൊരു ക്ലീൻ വലിയ ലോബി ഉണ്ട്. ജിഞ്ചർ ബ്രാൻഡിങ്, ഗിറ്റാർ,
നമ്മുടെ ലഗേജ് എയർപോർട്ടിൽ നിന്ന് വരുന്ന പോലെ നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. സോ ഹോപ്പ്ഫുള്ളി വിൽ ഗെറ്റ് എ ഗുഡ് റെസ്റ്റ് ഓവർ ചെയ്യുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മെയിൻറ്റൈൻഡ് ആണ് കേട്ടോ ഹോട്ടല്. എനിക്ക് പറയാം റൂം കാണട്ടെ എന്നിട്ട് ആലോചിക്കാം. അതെ തേച്ച് തരണം കേട്ടോ എനിക്ക്. അന്നുമില്ല, അന്നുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരുടെയും തേച്ചാണ്. അതെ ഹാങ്ങറൊക്കെ ഇവിടെ വെച്ചിട്ട് തൂക്ക ഫാൻ വരെ കൊടുത്തിട്ടുണ്ടോ? അതെ വെള്ളം ഫില്ല് ചെയ്യാൻ സ്ഥലമുണ്ട്. കുപ്പി എടുത്തോ വണ്ടി ഇന്ന്? അപ്പോൾ 211 നോക്കട്ടെ. ഗൈസ് സോ വെൽക്കം ടു ജിഞ്ചർ മാംഗ്ലൂർ ആൻഡ് സ്പ്ലിറ്റ് കിട്ടി. ഇത് സമാധാനമായി. സോ അത്യാവശ്യം ഒരു ട്വിൻ ബെഡ്, വളരെ ബേസിക് റൂമാണ് കേട്ടോ, വളരെ ബേസിക്. പക്ഷെ ക്ലെനിനെസ് ആണ് നമ്മൾ പൈസ ക്ലെനിനെസ് ആണ് പൈസ കൊടുക്കുന്നത്. ബെഡൊക്കെ ആക്ച്വലി എനിക്കൊരു ലോഡ്ജ് സെറ്റപ്പ് പോലെയാ തോന്നുന്നത്. എന്ത് അത് കറക്റ്റാ. പക്ഷെ എനിക്ക് വേറെ ഒരു കാര്യം സമ്മതിക്കണം, ബെഡിന്റെ മാത്രമേ ഉള്ളൂ എനിക്ക് ഒരു കണ്ടിട്ട് ഒരു സുഖമില്ലായ്മ. റൂമിന്റെ ക്ലാരിറ്റി, ഐ മീൻ ക്ലെനിനെസ്സും ക്ലാരിറ്റി ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് ബാത്റൂം നോക്കട്ടെ. ബാത്റൂം കാണുമ്പോൾ കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് ക്ലീൻ ആണ്. ഷവർ കർട്ടനൊക്കെ പോയി കിടക്കും കേട്ടാ, അതൊന്നും ഇല്ല. പിന്നെ സോപ്പും ഒരു താജിന്റെ മാനേജ്മെന്റിന് ഒരു കുറവ് പോലെ പോലത്തെ കളറൊക്കെ പോയി ക്ലീനാണ് പറയാൻ പറ്റുള്ളൂ. വേറെ ഒന്നും ഇല്ല. പണ്ടത്തെ ബിൽഡിംഗ് അത്യാവശ്യം മെയിൻ്റെനൻസ് ചെയ്ത് നടത്തുന്നുണ്ട്. ഇവിടെ ഒക്കെ പൊളിഞ്ഞിട്ടുണ്ട്. ഒരു തട്ടിക്കൂട്ട് റിനോവേഷൻ അത്രേ ഉള്ളൂ. ഒരു ദിവസത്തേക്ക് കുഴപ്പമില്ല. അതെ സംഭവം ഏരിയ ആയിട്ടാ കോയമ്പത്തൂരിലുണ്ടായിരുന്നു ഇതുപോലത്തെ ഒരു വാക്ക് വേ. അപ്പോൾ ഞങ്ങളിത് ഇപ്പോൾ റൂമിൽ റെസ്റ്റ് ചെയ്തിട്ട് ഒരു കീട്ടിലെ കാദ്രി പാർക്ക് എന്ന് പറഞ്ഞ പാർക്കിൻ്റെ അടുത്തുള്ള ഒരു വാക്ക് വേ ആണ്. സ്മാർട്ട് വാക്ക് എന്ന് കണ്ടു പറയുന്നത്. ആക്ച്വലി നൈറ്റ് വാക്ക് എന്നൊക്കെ ഗൂഗിളിൽ കാണിക്കുന്നത്. ദിസ് പ്ലേസ് ഇസ് സോ നൈസ്. ഒരു ഈവനിങ്ങിന് പെർഫെക്റ്റ് പ്ലേസ് ആണ്. ഇതുപോലെ കുറേ ഫുഡ് സ്റ്റോൾസ് ഉണ്ട് ആൻഡ് നടക്കാനും ഇരിക്കാനൊക്കെ കുറേ സ്ഥലമുണ്ട്. പാർക്ക് ചെയ്യാനും സ്ഥലമുണ്ട്. എന്ത് രസമായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സാധാരണ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, കപ്പിൾസ്, ഫാമിലീസ്, എല്ലാ കൈൻഡ് ഓഫ് പീപ്പിൾ. അത് ഇഡ്ഡലി, ദോശ കോർണർ, ബെന്നി ദോശ കോർണർ, മിൽക്ക് ഷേക്സ്, ബർഗേഴ്സ്, ഇല്ലാത്തൊന്നുമില്ല. ഒരു ചെറിയൊരു ഫുഡ് കോർട്ടിൻ്റെ എല്ലാം ഉണ്ട് ഇവിടെ. നമുക്ക് എന്തെങ്കിലും ഇവിടുത്തെ ലോക്കൽ സംഭവങ്ങളൊന്നും ട്രൈ ചെയ്യണം. ഇത് ബർഗർ വരെ ഉണ്ട്, ബർഗർ ആൻഡ് കോ. അടിപൊളി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ട് ഇരിക്കാനുള്ള ടേബിളും ഇതുപോലെ ബെഞ്ചസ് ഒക്കെ ഉണ്ട്. മഴ പെയ്തുകൊണ്ട് എല്ലാവരും ഓടിയെന്ന് തോന്നുന്നു, അതെ കാര്യം. അല്ലെങ്കിൽ ഐ എം ഷുവർ ദർ വിൽ ബി എ ഗുഡ് ക്രൗഡ് ഹിയർ. പക്ഷെ ഇതൊരു സംഭവം തന്നെ, സിറ്റിയുടെ നടുക്ക് വീണ്ടും ഞാൻ പറഞ്ഞ പോലെ ഇത്രയും സ്പേസിൽ ഇത് ഇങ്ങനെ നടക്കാനും ഇരിക്കാനും എൻജോയ് ചെയ്യാനുള്ള സ്ഥലവും അതിൻ്റെ കൂടെ ഓപ്പോസിറ്റ് ഒരു പാർക്കും ഉണ്ട്, കാദ്രി പാർക്ക്. എനിക്കൊന്നൊരു പെർഫെക്റ്റ് ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ഇത് കൊള്ളാം കേട്ടോ. അതെ ട്രെയിനൊക്കെ പോകുന്നുണ്ടല്ലോ. എനിക്കൊന്ന് നമ്മുടെ നാട്ടിലത്തെ സുഭാഷ് പാർക്കിൻ്റെ കുറച്ചും കൂടി ഒരു വലിയ വേർഷനാണെന്ന് തോന്നുന്നു. കൊള്ളാം കാദ്രി പാർക്ക്. കുറേ ടൈപ്പ് സ്നാക്സ് ഉണ്ട് കേട്ടോ. പരിപ്പുവടയുടെ ഒക്കെ സൈസ് നോക്ക്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്ന പോലും ഇല്ല. ഇവിടെ പരിപ്പുവടയുടെ ഒരു ചമ്മന്തി കിട്ടും, അവിടെ ദൂരെ പഴംപൊരി ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ മാംഗ്ലൂരിയൻ സ്നാക്ക് വല്ലതും ഉണ്ടോയെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അതിലെല്ലാം വെജ് ആയിരിക്കുമല്ലോ ഉറപ്പായിട്ടും. ഇവിടെ പ്രശ്നം എന്താ അറിയോ, ഒരു പാർസൽ പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ വലിച്ചു കുടിക്കും. എന്താ പ്രശ്നം എന്ന് പറഞ്ഞത്? പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സമയം 6:30. ഓക്കെ, ഇവിടെ വേൾഡിലെ 7th ബെസ്റ്റ് ഐസ്ക്രീമാ. ഇന്ത്യ അല്ല, വേൾഡിലെ. അത് 9 മണി വരെ ഉള്ളൂ. ഡിന്നറിന്റെ സ്ഥലം മച്ച്ലി 10 മണി വരെ ഉള്ളൂ. ഒന്നുമില്ല, നേരെ ഇത് കഴിഞ്ഞാ ഡിന്നറ്, നേരെ ഡിന്നർ കഴിഞ്ഞ ഐസ്ക്രീം. ഇന്ന് ജേപ്പറിന്റെ തല കറങ്ങും, വേർക്കും, കൊറേ വേർക്കും കേട്ടോ. പോലെ കേരളത്തിലല്ല പഴംപൊരി. എന്താ പഴുത്തിട്ട് ഇങ്ങനെ? അത് നമ്മള് വിചാരിച്ചില്ല അല്ലേ, മാംഗ്ലൂർ ഒന്നും അല്ല പഴംപൊരി കിട്ടുന്നത്. അധികം മൂപ്പിക്കണ്ട, പ്രിയ പറയാൻ വരണം പഴംപൊരി കഴിക്കാൻ. ചട്നിയൊക്കെ തന്നെ ഉണ്ടാവും പഴംപൊരിയുടെ കൂടെയാ? അതെന്തിനാ? ഇവിടെ എല്ലാത്തിനും പരിപ്പൊടിയുടെ കൂടെ ഞാൻ കണ്ടു. ചമ്മന്തി. ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാം എന്തായിരിക്കും അവസ്ഥ നോക്കട്ടെ. തേങ്ങ ചമ്മന്തിയും പഴംപൊരിയും. നമുക്ക് ഇങ്ങനെ തന്നെ പറ്റുള്ളൂ. ജെഫ്രി മലയാളികൾക്ക് വേണ്ടി ഒരു പുതിയ കോൺട്രിബ്യൂഷൻ ചെയ്ത് കാണുന്നു, മലയാളി സൊസൈറ്റിക്ക് വേണ്ടി. ഇന്ന് രാത്രി തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും, അതുകൊണ്ട് സമയമില്ല. ഇപ്പൊ 6:40 നേരെ ഫുഡ് കഴിക്കാൻ പോണം.
വേർത്ത് തുടങ്ങി കേട്ടാ, ആശ വേർത്ത് തുടങ്ങി. നടന്നതല്ലേ. ആക്ച്വലി എനിക്കൊന്ന് ഉച്ചയ്ക്കായിരുന്നു ഇവിടെ വരേണ്ടത് മച്ച്ലി. എന്തായാലും കുഴപ്പമില്ല, ഉച്ചയ്ക്ക് അവിടെ ട്രൈ ചെയ്തു. രാത്രി ഇവർ 7 തൊട്ട് 10 മണി വരെ ഉള്ളൂ. എനിക്ക് നീർദോശയും നമ്മുടെ മാംഗ്ലൂർ സ്പെഷ്യൽ കറികളൊക്കെ ട്രൈ ചെയ്യാം. അല്ല, മാംഗ്ലൂരിൽ റോഡ്സ് അത്യാവശ്യം വീതിയുണ്ട്. ഞാനിപ്പം ജസ്റ്റ് സിറ്റി ലിമിറ്റ്സ് ഒന്ന് കറങ്ങിയപ്പോൾ റോഡ്സൊക്കെ അത്യാവശ്യം വീതിയുണ്ട്. ട്രാഫിക്കും കമ്പയർഡ് ടു ബാംഗ്ലൂർ സോ മച്ച് ബെറ്റർ. ഇതൊക്കെ വെയിറ്റിങ്ങിന് വേണ്ടി. എൻ്റെ അമ്മ 7 മണിക്കാണ് തുറക്കുന്നത്. എന്നിട്ട് ഓൾറെഡി തിരക്കൊന്നും ഇരിക്കുന്നു. നോക്ക് ഹൗ പോപ്പുലർ ഇസ് ദിസ് പ്ലേസ്. ഇതൊക്കെ വെയിറ്റിങ്ങിൻ്റെ സ്ഥലങ്ങളാണ്. വലിയ സെറ്റപ്പ്. ആർക്കും ഫുഡ് കിട്ടിയിട്ടില്ല, കാരണം ഓപ്പൺ ആയിട്ടില്ല. 7 മണിക്ക് ഓപ്പൺ ആവുള്ളൂ. പക്ഷെ വലിയ സെറ്റപ്പ് ഇല്ല, ഒന്നുമില്ല. സാധാരണ ഒരു നോർമൽ റെസ്റ്റോറൻറ്റ്, ബട്ട് മേ ബി ദ മോസ്റ്റ് പോപ്പുലർ റെസ്റ്റോറൻറ്റ് ഇൻ മാംഗ്ലൂർ. എനിവേ, പ്രോൺസ്, സ്ക്വിഡ്, ക്രാബ്, ബോൺലെസ് ക്രാബ് ഇല്ല, ചിക്കൻ, ഫിഷ്, ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഒരു 4 മസാല. ഗീ റോസ്റ്റ്. അതെ, ആള് പിറ്റ കേട്ടോ. ഉച്ചത്തെ ഗീ റോസ്റ്റ് കഴിച്ചിട്ട്, അതും ക്വാർട്ടർ ചിക്കൻ ആയിരുന്നു. എന്തെന്നാലും എനിക്ക് ഗീ അധികം ഒന്നും പറ്റില്ല നിനക്ക്, അത് തന്നെ. പിന്നെ കൂടെ പറ്റുന്ന മറ്റേ എന്താ ആ തട്ടട ഏതാ, അവിടത്തെ ചിക്കൻ ഫ്രൈ 10 എണ്ണം ആണെങ്കിൽ അടിച്ചു കയറ്റിക്കോളും. പിന്നെ വെജ് മഷ്റൂം ഗീ റോസ്റ്റ്. ഇവരങ്ങനെയാണ്, നല്ല ആൾക്കാരാ. അവർക്ക് വെള്ളം അടിക്കേണ്ട കാര്യമില്ല, അല്ലാണ്ട് ഈ സാധനം കഴിച്ച് നേരെ കറങ്ങി. അതല്ല നല്ല ആൾക്കാരെന്ന് പറഞ്ഞത്. പിന്നെ ഉള്ളി ഫിഷ്, അത് കുറേ എണ്ണം ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് ഫിഷ് കറി, വെജ് കറി, ബിരിയാണി. അവര് സെർവ് ചെയ്ത് തന്നെ നോക്കി. എൻ്റെ അമ്മ ഗീ റോസ്റ്റ് പൊളി, സ്ക്വിഡ് പൊളി, നീർദോശ ആൻഡ് ഇതെന്താ സാമ്പാറല്ലല്ലോ, ഇത് കണ്ടിട്ട് തന്നെ പൊളി. എങ്ങനെ ഇത് കണ്ടിട്ട് പറ്റില്ല എന്ന് പറയുന്നത്? കാണുമ്പോ കഴിക്കാൻ തോന്നും. അപ്പൊ കഴിക്കുമ്പോ കഴിക്കണ്ടെന്ന് തോന്നുന്നു. അതൊന്നും തോന്നാറില്ലല്ലോ. മതി ഒന്ന് വെയിറ്റ്. ഇപ്പോഴല്ലേ പഴംപൊരി കഴിച്ചേ. വീഡിയോ അല്ലേ എടുക്കാൻ സമ്മതിക്കില്ല ഈ മനുഷ്യൻ. സ്ക്വിഡ് ഡീപ് ഫ്രൈ. ഇത് മറ്റേ നമ്മുടെ ഒരു ചിക്കൻ 65 മോഡലാണല്ലോ. സ്ക്വിഡ് ക്രിസ്പി ഫ്രൈ. ആക്ച്വലി ബോണ്ടൊക്കെ ഇല്ലേ, കടലമാവും കുരുമുളകൊക്കെ ഇട്ട് അതിൻ്റെ ബാറ്റർ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ബട്ട് സ്ക്വിഡ് ഇസ് എക്സ്ട്രീംലി ഫ്രഷ്. റബ്ബർ ആയിട്ടില്ല, റബ്ബർ. അടിപൊളി കേട്ടോ. നാരങ്ങയൊക്കെ പിഴിഞ്ഞ് അവിടെ അടിച്ചു കഴിഞ്ഞാൽ സെറ്റാ. പിഴിയ കുരുവിടാതെ പിഴിയ അറിയോ? ഇല്ല, എനിക്കും അറിയില്ല. അപ്പുറത്തെ കയ്യിലെ സ്ക്വിഡ് താഴെ ഇട്ടിട്ട് ഇത് ചെയ്യുക, അത് ചെയ്യില്ല. ആ കയ്യിൽ സ്ക്വിഡ് പിടിച്ചു വെച്ചിരിക്കും കേട്ടാ. എന്താ കയ്യിലൊക്കെ ഇട്ടുണ്ട് ഇട്. ആഹാ, നമുക്കിനി നീർദോശ, ഒരു ചിക്കൻ്റെ ഗീ റോസ്റ്റ് ചിക്കൻ എടുക്കണം. ആഹാ, നല്ല ചൂടുണ്ട്. ഇപ്പോൾ ഓപ്പൺ ആക്കിയല്ലോ, അപ്പോൾ ഇപ്പോൾ കുക്ക് ചെയ്ത് വന്നോളൂ. ഇങ്ങനെ ഇതിൽ ഫുള്ളായിട്ടൊന്ന് മടക്കുക. പക്ഷെ ഉച്ചത്തെ അത്രയും സ്പൈസി അല്ല, ടേസ്റ്റ് കുറച്ച്. അത് എന്താണെന്ന് അറിയോ, ഗീ കുറച്ചും കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, എനിക്കൊന്നും ഇതിലാ കൂടുതലും. പക്ഷെ ഒരു കുത്തുന്ന ഫ്ലേവർ, ഒരു അഡിക്റ്റീവ് ഫ്ലേവർ. കഴിച്ച് കഴിഞ്ഞാൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന തോന്നും അൺടിൽ യു ഗെറ്റ് കിക്ക്. എനിക്ക് കിക്ക് വരില്ല കേട്ടാ. എനിക്ക് മധുരത്തിലും കിക്ക് വരില്ല, ഫാറ്റിലും വലിയ കിക്ക് വരില്ല. അത് വരുന്നത് എല്ലാം കിക്കായി ദേഷ്യം വന്ന് വേർത്ത് ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ അവരെ തെറിയും പറഞ്ഞിരിക്കുന്ന ആളാണ്. അങ്ങനത്തെ ആളാ. ഫുഡ് കൊണ്ട് ഫുള്ളായ ഭയങ്കര പ്രശ്നമാണ്. ഒന്നും കൂടെ നിങ്ങളൊന്ന് കൊതിപ്പിക്കട്ടെ പ്ലീസ്. ഒരാഗ്രഹമല്ല. നമ്മുടെ കൊച്ചിയിൽ എവിടെയും കിട്ടില്ല കേട്ടാ ഈ ഗീ റോസ്റ്റ്. നല്ലത് എസ്പെഷ്യലി. നോക്ക് നിങ്ങൾ. അടുത്തുള്ളവരൊക്കെ വേണമെങ്കിൽ മാംഗ്ലൂരിലേക്ക് വന്ന് ഇത് കഴിച്ചോ കേട്ടാ. കഴിക്കാത്തവർ മസ്റ്റാണ്. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഷസിൽ വരേണ്ട ഒരു കോമ്പിനേഷനാണ് ഈ നീർദോശയും ചിക്കൻ ഗീ റോസ്റ്റ്. ഒരു രക്ഷയില്ല. ഔട്ട്സ്റ്റാൻഡിങ്. നീർദോശയ്ക്ക് ഒരു ജെല്ലിയുടെ ഒക്കെ ഒരു ടെക്സ്ചർ ഇല്ലേ, അടിപൊളി കേട്ടാ. ഭയങ്കര ടേസ്റ്റ്. വേറെ ഒന്നും ആവശ്യമില്ല. ഫിഷ് ഫ്രൈ വേണ്ടായിരുന്നു, ഞാൻ കഴിച്ചോളാം എന്നല്ലേ. ഇനി ഇവിടെ ഫിഷ് ഫ്രൈ ഐക്കൂറ ഫിഷ് ആണ്. ഉണ്ടാക്കി കൊണ്ടുവരുന്നതേ ഉള്ളൂ, അതിന് മുമ്പേ വേണം ആൾക്ക്. കിടിലൻ റവ ഫ്രൈ. എന്താ അല്ലേ, മസാലയുണ്ട്, ക്രിസ്പിനെസ്സും ഉണ്ട്.
ഭയങ്കര ഫ്രഷ്. ഇതിന് പറയാൻ മറ്റേ കരുക്കിന്റെ ഡയലോഗ് പെർഫെക്റ്റ് ഇവിടെ എന്തായിരുന്നു അത്? എന്തായിരുന്നു? ഫ്രഷ് ഫ്രഷ് ഫ്രഷേ എന്താ ആ സംഭവം, ആ ഫ്രഷ് 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 അതാണ് ഇവിടെ കേട്ടോ. അബ്സല്യൂട്ട്ലി ഡെലിഷ്യസ്. ഈ റെസ്റ്റോറൻറ്റ് കയറിയുണ്ടല്ലോ, സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ്. സീ ഫുഡിന്റെ മണമോ ആ സ്മെല്ലോ നാട്ടോ ഒന്നുമില്ല. അതാണ് അത്രയും അടിപൊളി. എനിക്ക് മസാല അത് മാസ്ക് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ അത്രയും ഫ്രഷ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കും, ഹൈജീനും ഉള്ളതുകൊണ്ടായിരിക്കും. ബട്ട് വണ്ടർഫുൾ തിങ്. പിന്നെ നല്ല ക്ലീനാണ്. ഈ മസാല ഇഷ്ടമായിട്ടുണ്ടല്ലോ, ലാസ്റ്റ് ഞാൻ എൻ്റെ ഒരു ഐഡിയ ആണ്, ആ ഗീ റോസ്റ്റിൻ്റെ മസാലയിൽ നമുക്ക് ഈ ഫിഷ് പുരട്ടിയിട്ട് ഇങ്ങനെ എടുത്ത് സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് സ്പീക്കാണ്. സ്പീക്ക് വേഗാവട്ടെ. നാളെ നേരെ ഐസ്ക്രീം പാളം. ഓ സംഭവം കേട്ടോ. ഇനി 4 ദോശയും കൂടെ ഓർഡർ ചെയ്തിരുന്നത്, ഒരു പ്ലേറ്റിൽ 4 ദോശ കിട്ടുള്ളൂ. കാരണം മാത്രം കണ്ടാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ കഴിക്കാനേ ഞാൻ കണ്ടാന്നെ. ഇപ്പം ഇനി കഴിച്ചിട്ടുണ്ടല്ലോ. നേരെ 12 നമ്മൾ ഇറങ്ങുമെന്നാണ് ഇപ്പൊ പറയപ്പെടുന്നത്. അറിയില്ല, നേരെ ഒരു ഒറ്റ കടപ്പ് ബാക്കിലേക്ക് ലക്ഷറി മറ്റേ സീറ്റ് പോലെ ഇട്ടിട്ടങ്ങ് കിടക്കും ഞാൻ. അല്ല, ഇനി ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. മനസ്സിലായി, അതെനിക്കറിയാം. ഇവിടെ 1135 ആണ്. വിച്ച് ഇസ് ഓക്കെ. ആ വലിയ ഫിഷ്, ഒരു ചിക്കൻ ഗീ റോസ്റ്റ്, 2 പ്ലേറ്റ് ദോശ, 2 ലൈം ജ്യൂസ്, ഒരു എന്തായിരുന്നു സ്ക്വിഡ് ഫ്രൈ. അല്ല, ക്വാളിറ്റി വൈസ് നോക്കുവാണെങ്കിൽ പൈസയൊക്കെ ബോത്ത് 1100. നോട്ട് അറ്റ് ഓൾ എക്സ്പെൻസീവ്, ബട്ട് ഫർഗെറ്റ് അബൌട്ട് ദ മണി. ദ ഫുഡ് ഇസ് റിയലി ഗുഡ്. ഉച്ചയ്ക്ക് കഴിച്ചതിനെ കാട്ടി ക്വാളിറ്റി ഉണ്ട് ഇവിടെ വന്ന് കഴിച്ചത് സംഭവം. സോ മാംഗ്ലൂർ ട്രിപ്പ് അവസാനിപ്പിക്കുന്നത് ഇന്ത്യയിലെ 7th ബെസ്റ്റ് ഐസ്ക്രീം കഴിച്ചിട്ടാണ്. ഇതേ അതിൻ്റെ സ്ക്രീൻഷോട്ട് എവിടെ ഇടാം കേട്ടോ. ഞാൻ തള്ളുവല്ല, വേറെ ആരോ പറഞ്ഞാണ്, അത് കേട്ട് ഞാൻ വന്നതാണ്. എനിക്ക് ഒത്തിരി ഒന്നും കൊണ്ട് ഒരു ഫലൂഡ മതി. ഓക്കെ, ഐസ്ക്രീം ആണ് ഓബിയസ്ലി ഇവരുടെ മെയിൻ. പക്ഷെ സാൻഡ്വിച്ചും പിസ്സയും പാനോ എല്ലാം ഉണ്ടോ? എന്തൊരു വലിയ ഐസ്ക്രീം പാർലർ ഇത്. ഇത് അങ്ങ് അറ്റം വരെ ഇവിടെയും വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ. നമുക്ക് എവിടെയും ഭാഗ്യത്തിന് വെയിറ്റിംഗ് കിട്ടിയിട്ടില്ല. ഇത് മൊത്തം ഇത് ചോക്ലേറ്റ് കേക്കൊക്കെ ഉണ്ട് കേട്ടോ. ഒമ്പോ വെയിറ്റിംഗ് എന്നാ വീക്ക് ഡേ ആയിട്ട് തിരക്ക് വെക്ക്. ഓട് വേഗം പോവാൻ, സ്ഥലം പോകുന്നു. ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ ഗഡ്ബഡും തീരാമസു എന്നാണ് പറഞ്ഞത്. സോ അത് രണ്ടും ഓർഡർ ചെയ്യാം. മേരിയൻ ആണെങ്കിൽ ഇപ്പോൾ ലോട്ടസ് ബിസ്കോഫെ, അന്തു ആണെങ്കിൽ ഗഡ്ബഡ് തന്നെ പറഞ്ഞാനെ, പ്രിയ ആണെങ്കിൽ ഈ പാർഫി പറഞ്ഞാനെ. ജെല്ലി ഉണ്ടോ? ഗഡ്ബഡിലുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ നോക്കട്ടെ എന്താ ഇത്രയും ഇതെന്താ മാഡ് ഓൺ ചോക്ലേറ്റ്. അതെന്താ മാഡ് ഓൺ ചോക്ലേറ്റ്? ഇതുണ്ട്, പക്ഷെ ഇത് 5 സ്കൂപ്പാണ്. ചോക്ലേറ്റ് ഡാഡ് ആദ്യമായിട്ടാണ് എൻ്റെ പേര് ഇത് ഒരു ഐസ്ക്രീം പാർലറിൽ കാണുന്നത്. ചോക്ലേറ്റ് ഡാഡ്. ഇത് ഞാൻ വനില ഡാഡ്. ഡാഡ് ആദ്യം, എന്നിട്ട് ഞങ്ങൾ പറയാം തീരുമാനിച്ചോളാം. പിന്നെ വനില ഡാഡ് ഇരിക്കുന്നു വന്ന്. സോ ദ വേൾഡ് ഫേമസ് ഗഡ്ബഡ്, ഒരു തീരാമസു ഐസ്ക്രീം. ഇതിലെനിക്ക് തോന്നുന്നു കേസർ, ജെല്ലി, സ്ട്രോബെറി, വനില, കുറച്ച് ഫ്രൂട്ട്സ്. പിന്നെ ഇവിടെ ഒരു മർസിപ്പാൻ ഐസ്ക്രീം. ആൻഡ് ഇതിൽ കുറച്ച് ബ്രൗണി, ക്രീം, ചോക്ലേറ്റ്, കോഫി, വനില. അതാണ് ഫ്ലേവർ. ഇത് ഐസ്ക്രീമേ ഭയങ്കര പ്രശ്നം. നമ്മളെ മറ്റേ ക്യാരമലൊക്കെ കിട്ടൂല്ലേ, ക്യാരവനില് ആ ഒരു ടൈപ്പ്. ഓക്കെ, നോക്കട്ടെ ഇവിടെ എന്താണ് ഇത്ര മിക്സ് ചെയ്തെടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ആഹാ, ഓ സത്യം പറഞ്ഞാൽ ഭയങ്കര ക്രീമി ഐസ്ക്രീമാണ്. നല്ല തിക്ക് ക്രീമി ഐസ്ക്രീമിനെ പോലെ ടേസ്റ്റുള്ള ഐസ്ക്രീം. കാരവനൊക്കെ ഓക്കെയാണ്. എനിക്ക് കാരവനെ കാട്ടി നല്ല ഐസ്ക്രീമായിട്ടാണ് തോന്നിയത്. ഭയങ്കര ഹെവിയല്ല, നല്ല ക്രീമിൻ്റെ ആണ് നമുക്ക് ഫ്ലേവർ ഫസ്റ്റ് കിട്ടുന്നത്. ഓയിലിൻ്റെ അങ്ങനെയൊന്നും അല്ല കേട്ടോ, വെറുതെ അല്ല. എനിക്ക് ആക്ച്വലി ഫ്രൂട്ടി ഫ്ലേവേഴ്സ് ഇഷ്ടമല്ല, പക്ഷേ ഐസ്ക്രീം സോ സ്മൂത്ത് ആൻഡ് നല്ല ഫ്ലേവർഫുള്ളാണ്. നല്ല ഫ്ലേവർ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഫ്ലേവർ പോലെ തോന്നില്ല. അതല്ലാതെ ബെസ്റ്റ് തിങ് എന്താ പറയുക, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഐസ്ക്രീമിൻ്റെ ഒരു കറക്റ്റ് ഫാറ്റ് റേഷ്യോ ഉണ്ടെങ്കിലേ ഐസ്ക്രീമിൻ്റെ സ്മൂത്ത്നെസ്സും ക്രീമിനെസ്സും കിട്ടുള്ളൂ. അത് ആണ് എനിക്കത് ഇവർ പെർഫെക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഹോം മെയ്ഡ് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും ഐസ്ക്രീംസ്, അല്ലെങ്കിൽ ഈ ഒരു ക്വാളിറ്റി കിട്ടില്ല. ഇതിൻ്റെ ഒരു പ്രശ്നം മുകളിൽ ക്രീമാണ്. ഇപ്പോൾ ക്രീം വരുമ്പോൾ
ഐസ്ക്രീമിന്റെ ഫ്ലേവർ അത്രയും കിട്ടുന്നില്ല. ഐസ്ക്രീം കൂടുതൽ എടുക്കട്ടെ. ഇതില് ചോക്ലേറ്റ് ചിപ്സ് ആൻഡ് കോഫി. ടീരാമിസുവിന്റെ ഒരു അറ്റത്തൂടെ പോയിട്ടുണ്ട്, പക്ഷെ എന്നാലും ഐസ്ക്രീം സോ ഗുഡ്. ദ ക്വാളിറ്റി ഓഫ് ദ ഐസ്ക്രീം, ഇതിൽ എന്തിട്ട് എന്ത് മിക്സ് ചെയ്താലും ഐസ്ക്രീം നല്ലതുകൊണ്ട് സംഭവം അടിപൊളിയായിരിക്കും. Nothing fancy, just goodness, pure ice cream. What a way to end our Mangalore food trip. മാംഗ്ലൂരിൽ കുറച്ചധികം മണിക്കൂർ ഞങ്ങൾ ഉണ്ടെങ്കിലും ഇറ്റ് വാസ് എ വർത്ത് വിസിറ്റ് ചെയ്തത്. ഇതിൽ വേറെ എന്താ അറിയോ, തട്ടിപ്പില്ല. ഈ സ്പൂൺ നല്ല പൊക്കമുള്ളതാണ്. ഇത് കണ്ട സ്പൂൺ ഇത്രയുണ്ട്, അത് തന്നെയാണ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടാലും. അല്ലാതെ മറ്റേ ഇവിടം വരെ ഉള്ളൊരു ഗ്ലാസ് അല്ല ഇത്. നല്ല പോർഷൻ ഉണ്ട് അല്ലേ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. എങ്ങനെ 130-150 രൂപയ്ക്ക് ഇവര് കൊടുക്കുന്നു? അടിപൊളി. അതാണ് കഴിച്ചിട്ട് ഒരു പെർഫെക്റ്റ് എൻഡിങ് ആയിരിക്കും. പാൻ എന്തായാലും നമ്മൾ കഴിക്കില്ല, അപ്പൊ പാൻ ഫ്ലേവേർഡ് ഐസ്ക്രീം എല്ലാം ഇതോടെ ശരിയാവും. നമുക്ക് റെഡ് ബുള്ളൊന്നും വേണ്ട, ഫ്രഷ്നെസ്സിനും അല്ലെങ്കിൽ മറ്റേ ഒരു എനർജി ബ്ലാസ്റ്റിന് ഇത് മതി. ശരിക്കും അതിന്റെ വെളിയിലത്തെ കോട്ടിങ് പാനിന്റെ ഫ്ലേവർ, അകത്ത് പാൻ ഐസ്ക്രീം വിത്ത് ടൂട്ടി ഫ്രൂട്ടിയാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെടും ഞാൻ വിചാരിച്ചതേ അല്ല കേട്ടാ. ബട്ട് ആ ടൂട്ടി ഫ്രൂട്ടി അകത്തെ പാനിന് ഐസ്ക്രീമിന് അത്രയും പാനിന്റെ ഫ്ലേവർ ഇല്ല. ഈ വെളിയിലത്തെ ഈ സാധനത്തിനാണ് പ്രോപ്പർ പാനിന്റെ ഫ്ലേവർ. അതുകൊണ്ട് നമുക്കൊരു ഭയങ്കര ഇന്റൻസ് ആയിട്ടൊന്നും തോന്നില്ല. സംഭവം തന്നെ സംഭവം. ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് ഫോർ ഫുഡ് ലവേഴ്സ് എനിവെയർ ഇൻ ഇന്ത്യ. ഇത് എനിക്ക് ഓർമ്മ വരുന്നത് എന്താ അറിയോ, തൃശ്ശൂരായിരിക്കും സത്യം. ഞങ്ങൾ തൃശ്ശൂർ ഒരു ഫുഡ് വ്ളോഗ് ചെയ്ത് ഞങ്ങൾ എൻ്റെ മാത്രം ഉള്ളായിരുന്നു. ജെഫ്രി അന്ന് തീർന്നു. ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഫുഡ് കഴിച്ച് ചാവാറായി എന്നുള്ള ലിറ്ററലി ഞാൻ വിചാരിച്ചു ആശുപത്രി കൊണ്ടുപോകണം എന്ന്. പക്ഷെ ഇത് അത്രയും ഇല്ലെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫുഡ് അടി എനിക്കത് ഇത് തന്നെയാണ്. ഞാൻ നിർത്തി ചീത്ത കൂട്ടിയിട്ട് നിർത്തിയത്. ശരിക്കും പറഞ്ഞ ഒരു ഹോട്ട് ചോക്ലേറ്റ് ഉണ്ട്, മാംഗ്ലൂർ ബേക്കിംഗ് കമ്പനി. വരുമോ? ഞാൻ വരാം. ഓക്കെ. പക്ഷെ എന്തായാലും ഗൈസ് ഞങ്ങൾ പോയ എല്ലാ സ്ഥലവും, ആക്ച്വലി ഞാൻ പോയ ഫസ്റ്റ് സ്ഥലം ഉണ്ടല്ലോ, അതിന് പകരം മച്ചിലീസ് തന്നെ പോയാൽ മതി. അവിടെയും രാത്രി മച്ചിലി തന്നെ പോവാ, പ്രഭാസം ഒന്ന് കഴിക്കുക, മാംഗ്ലൂർ എൻജോയ് ചെയ്യുക. മാംഗ്ലൂർ ബേക്കിംഗ് കമ്പനി, അവിടെ ഹോട്ട് ചോക്ലേറ്റ് അടിപൊളിയായിട്ട്, അത് പക്ഷെ ട്രൈ ചെയ്യാൻ സമയം കിട്ടിയില്ല. വൈകുന്നേരം ആ നടക്കേണ്ട സ്ഥലത്തൊക്കെ ഒന്ന് പോയി ഒന്ന് നടന്നു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ മാംഗ്ലൂർ സെറ്റ്. ബീച്ചുണ്ട്, ബീച്ചിലും പോകാൻ സമയം കിട്ടിയില്ല. ബീച്ചിൽ നിന്ന് അത് മാത്രം. അതെ, പിന്നെ നമ്മൾ ഗോവയിൽ നിന്നാണല്ലോ വന്നത്. അപ്പൊ എന്തായാലും ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ദ ഗോവ ട്രിപ്പ് ആൻഡ് ദി മാംഗ്ലൂർ ട്രിപ്പ്. ആൻഡ് ഇനി നമുക്ക് നാട്ടിലത്തെ കുറച്ച് വ്ളോഗാണ്. നമ്മുടെ എക്സിബിഷൻ വരുന്നുണ്ട് December 6th and 7th. അതിനുവേണ്ടി ഒരു ക്യാരക്ടറിലേക്ക് എന്താ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അതേ തീർത്തു കേട്ടിട്ടുണ്ട്. ഓണത്തിന് കേട്ടതാ. ഓക്കെ ഗൈസ്, സോ see you in the next vlog and thank you for spending a valuable time with us. അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, ബൈ. ഇന്ന് തന്നെ ഒരു 2 മണിക്കൂർ റൂമിൽ കിടന്ന് നൈറ്റ് ഡ്രൈവ് ആണ്. നാളെ ഫുൾ പരിപാടിയാണ് കൊച്ചിയിൽ.